ഈ കേരമീനും ചൂരമീനും ഒക്കെ തലേന്ന് തന്നെ വെച്ചിരുന്ന പിറ്റേന്ന് കൂട്ടാൻ നല്ല ടേസ്റ്റാണല്ലേ. പുളിയും ഉപ്പും ഒക്കെ നല്ലതുപോലെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ എത്ര വൈകിട്ടാണ് മീൻ വാങ്ങിയെങ്കിലും ഞാൻ രാത്രി തന്നെ കറി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. മീൻ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഞാൻ ഉപ്പിട്ട് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് അടുപ്പിൽ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പം കടുകും ഉലുവയിട്ട് പൊട്ടിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക, കറിവേപ്പില ചേർക്കുക, പിന്നെ കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. അതെല്ലാം മൂത്ത് വന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 4 സ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 2 സ്പൂൺ ചേർത്താൽ മതിയായിരിക്കും. കുറച്ച് കായം കൂടെ ചേർക്കുക, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അതിലേക്ക് ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് തിള വരുന്ന സമയത്ത് അതിലേക്ക് തോട്ടുപുളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ തിള വന്ന ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ പാതി അടച്ച് വെച്ചിട്ട് വേവിച്ചിരുന്നാൽ മതി. ചെറുതീയിൽ സമയമെടുത്ത് തന്നെ മീൻകറി വെക്കുക കേട്ടോ. അതിൻ്റെ ചാറ് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം കുറുക്കിയെടുക്കുക. പിറ്റേന്ന് രാവിലെ നല്ല അടിപൊളി കപ്പ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നല്ല ചൂട് കപ്പയും കേരമീൻകറിയായിരുന്നു. അപ്പോൾ തലേന്ന് മീൻകറി വെച്ചതിൻ്റെ ഗുണം ഇതാണ്, നല്ലതുപോലെ അരപ്പൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബായ്.